ഹൈക്കോടതിയിൽ മാപ്പപേക്ഷിച്ച വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS. നീതിന്യായ വ്യവസ്ഥയോടും ഹൈക്കോടതിയോടും അങ്ങേയറ്റം ബഹുമാനമാണ്. പിഴവ് പറ്റിയതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നുവെന്നും കെ ബിജു IAS പറഞ്ഞിരിക്കുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ കശുവണ്ടി അഴിമതി കേസിൽ കോടതിയിൽ മാപ്പപേക്ഷ നൽകേണ്ടി വന്നിരിക്കുന്നു. കെ ബിജു IAS-ന് നേരിട്ട് ഹാജരായി ക്ഷമാപണം നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതാണ്. അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയല്ലേ ഇപ്പോൾ നേരിട്ടെത്തി ക്ഷമാപണം? സ്മൃതി, അങ്ങനെ തന്നെയാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറക്കുമ്പോഴാണ് അതിൽ ഹൈക്കോടതി വിരുദ്ധ പരാമർശങ്ങൾ കടുത്ത ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത്. ഇതിലാണ് കോടതിയലക്ഷ്യ നടപടി കെ ബിജു IAS, കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഈ വ്യവസായ വകുപ്പിന്റെ സെക്രട്ടറിയായ കെ ബിജു IAS കോടതിയലക്ഷ്യ നടപടി നേരിടുന്നത്. ഇന്ന് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കുറ്റാരോപണ മെമ്മോ നൽകാനാണ് കോടതി ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയത്. 10:15 ഈ കേസ് ഒന്നാമത്തെ ഐറ്റമായി പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇത് പിന്നീടേക്ക് ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. കെ ബിജു IAS ഇപ്പോഴും ഹൈക്കോടതിയുടെ വരാന്തയിൽ തന്നെ ഈ കേസ് വിളിക്കുന്നതും കാത്തു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഈ സത്യവാങ്മൂലം കെ ബിജു IAS ഹൈക്കോടതിയിൽ നൽകിയത്. ഹൈക്കോടതിയിൽ ഈ ആദ്യ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണ് കെ ബിജു IAS. നീതിന്യായ വ്യവസ്ഥയോടും ഹൈക്കോടതിയോടും അങ്ങേയറ്റം ബഹുമാനമുണ്ട്. കോടതിയുടെ ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഉണ്ടെന്ന ബോധ്യവുമുണ്ട്. ഹൈക്കോടതിയുടെ അധികാരത്തെ വില കുറച്ച് കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഉത്തരവിറക്കി എന്നാണ് ഈ ഉത്തരവിൽ, ആദ്യ അനുമതി ഉത്തരവിൽ ഉദ്ദേശിച്ചത്. ഉത്തരവിൽ ഉപയോഗിച്ച വാക്കുകളും പ്രയോഗങ്ങളും അനുചിതമെന്നും തെറ്റുപറ്റി എന്നുമാണ് ഈ സത്യവാങ്മൂലത്തിൽ കെ ബിജു IAS പറയുന്നത്. മാത്രമല്ല, ഉത്തരവിൽ ഉപയോഗിച്ച എല്ലാ പ്രയോഗങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു. പിഴവ് അഡ്വക്കേറ്റ് ജനറൽ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ തന്നെ തിരുത്തി പുതിയ ഉത്തരവിറക്കിയെന്ന കാര്യവും കൂടി കെ ബിജു IAS ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പിഴവ് പറ്റിയതിൽ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് കെ ബിജു ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി അറിയിച്ചത്. എന്തായാലും മറ്റ് ഹർജികൾ സിംഗിൾ ബെഞ്ചിന് മുന്നിലുള്ള മറ്റ് കേസുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇത് പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ കോടതിയലക്ഷ്യ നടപടിയുമായി ബന്ധപ്പെട്ട കൊല്ലം സ്വദേശി കടകംപള്ളി മനോജ് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. ശരി, നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് കെ ബിജു IAS ഇപ്പോൾ കോടതിയിലെത്തിയിട്ട്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.